ഹലോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ലേൺ വിത്ത് ലാവുഷിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആനുകാലികം 2025 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് മലപ്പുറം. 2025 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് മലപ്പുറം. സംസ്ഥാന റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് പാലക്കാട്. സംസ്ഥാന റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് പാലക്കാട്. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് വൈശാഖൻ. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് വൈശാഖൻ. അടുത്ത വർഷം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ ഉദ്ഘാടന മത്സരത്തിന് വേദിയാകുന്നത് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയം. അടുത്ത വർഷം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ ഉദ്ഘാടന മത്സരത്തിന് വേദിയാകുന്നത് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയം. 2025 ലോകത്തിലെ ആദ്യ കറൻസി രഹിത രാജ്യമായി മാറിയത് സ്വീഡൻ. 2025 ലോകത്തിലെ ആദ്യ കറൻസി രഹിത രാജ്യമായി മാറിയത് സ്വീഡൻ. ഇംഗ്ലീഷ് ഭാഷയിൽ രചിക്കപ്പെടുന്ന നോവലുകൾക്ക് ബ്രിട്ടൻ നൽകുന്ന പ്രശസ്തമായ മാൻ ബുക്കർ പുരസ്കാരം 2025 ലഭിച്ചത് ഡേവിഡ് സലോയ്ക്ക്. ഇംഗ്ലീഷ് ഭാഷയിൽ രചിക്കപ്പെടുന്ന നോവലുകൾക്ക് ബ്രിട്ടൻ നൽകുന്ന പ്രശസ്തമായ മാൻ ബുക്കർ പുരസ്കാരം 2025 ലഭിച്ചത് ഡേവിഡ് സലോയ്ക്കാണ്. ഇദ്ദേഹം ഹംഗേറിയൻ എഴുത്തുകാരനാണ്. ഫ്ലഷ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. ഇദ്ദേഹം ഒരു ഹംഗേറിയൻ എഴുത്തുകാരനാണ്. ഇദ്ദേഹത്തിൻ്റെ ഫ്ലഷ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. ബുക്കർ പുരസ്കാരം നേടുന്ന ആദ്യ ഹംഗേറിയൻ ബ്രിട്ടീഷ് എഴുത്തുകാരനാണ് ഡേവിഡ് സലോയ്. ബുക്കർ പുരസ്കാരം നേടുന്ന ആദ്യ ഹംഗേറിയൻ ബ്രിട്ടീഷ് എഴുത്തുകാരനാണ് ഇദ്ദേഹം. ഇന്ത്യൻ സാഹിത്യകാരി കിരൺ ദേശായിയുടെ ഉൾപ്പെടെ 6 നോവലുകളാണ് ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയത്. ഇന്ത്യൻ സാഹിത്യകാരി കിരൺ ദേശായിയുടേതുൾപ്പെടെ 6 നോവലുകളാണ് ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയത്. 50,000 പൗണ്ടാണ് പുരസ്കാരത്തുക. ഏകദേശം 58 ലക്ഷം രൂപയാണ് പുരസ്കാരത്തുക. 50,000 പൗണ്ട് അഥവാ 58 ലക്ഷം രൂപയാണ് പുരസ്കാരത്തുക. 2024 ബുക്കർ പുരസ്കാരം സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന ഹ്രസ്വ നോവലിനാണ് ലഭിച്ചത്. 2024 ബുക്കർ പുരസ്കാരം സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന ഹ്രസ്വ നോവലിനാണ് ലഭിച്ചത്. കുത്തിവയ്പ്പില്ലാതെ ഇൻഹേലറിലൂടെ ഇൻസുലിൻ നൽകാൻ വികസിപ്പിച്ച ഉപകരണമാണ് അഫ്രെസ. കുത്തിവയ്പ്പില്ലാതെ ഇൻഹേലറിലൂടെ ഇൻസുലിൻ നൽകാൻ വികസിപ്പിച്ച ഉപകരണമാണ് അഫ്രെസ. നഗരങ്ങളിലെ കുടിവെള്ള വിതരണത്തിനും സീവേജ് മാലിന്യ നിർമ്മാർജ്ജനത്തിനുമുള്ള പദ്ധതിയാണ് അമൃത്. അമൃത് അഥവാ അടൽ മിഷൻ ഫോർ റിജ്യൂവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ. അമൃത് അഥവാ അടൽ മിഷൻ ഫോർ റിജ്യൂവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ നഗരങ്ങളിലെ കുടിവെള്ള വിതരണത്തിനും സീവേജ് മാലിന്യ നിർമ്മാർജ്ജനത്തിനുമുള്ള പദ്ധതിയാണ് അമൃത്. അമൃത് പദ്ധതിയുടെ കീഴിലുള്ള പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയ ഉന്നതാധികാര സമിതി അധ്യക്ഷനാണ് ഡോക്ടർ എ ജയതിലക്. നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ എ ജയതിലകാണ് അമൃത് പദ്ധതിയുടെ കീഴിലുള്ള പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയ ഉന്നതാധികാര സമിതി അധ്യക്ഷൻ. നഗരങ്ങളിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുക, പ്രത്യേകിച്ചും പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും മികച്ച ജീവിത നിലവാരം ലഭ്യമാക്കുക എന്നതാണ് ഈ ദൗത്യത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. നഗരങ്ങളിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുക, പ്രത്യേകിച്ചും പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും മികച്ച ജീവിത നിലവാരം ലഭ്യമാക്കുക എന്നതാണ് ഈ ദൗത്യത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. അമൃത് 1.0 സാമ്പത്തിക വിഹിതം കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്ഥാപനങ്ങൾ പങ്കുവയ്ക്കുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. അതായത് കേന്ദ്രം 50%, സംസ്ഥാനം 30%, തദ്ദേശ സ്ഥാപനങ്ങൾ 20%. കേന്ദ്രം 50%, സംസ്ഥാനം 30%, തദ്ദേശ സ്ഥാപനങ്ങൾ 20% സാമ്പത്തിക വിഹിതം പങ്കുവയ്ക്കുന്ന രീതിയിലാണ് അമൃത് 1.0 സാമ്പത്തിക വിഹിതം നൽകിയിട്ടുള്ളത്. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് 2025 ഡിസംബർ 9-11 തീയതികളിൽ. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് 2025 ഡിസംബർ 9-11 തീയതികളിൽ.
ഇന്തോനേഷ്യൻ സർക്കാർ ദേശീയ നായകനായി പ്രഖ്യാപിച്ച വ്യക്തി ജനറൽ സുഹാർത്തോ. ഇന്തോനേഷ്യൻ സർക്കാർ ദേശീയ നായകനായി പ്രഖ്യാപിച്ച വ്യക്തിയാണ് ജനറൽ സുഹാർത്തോ. ഇന്തോനേഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനും അഴിമതിക്കാരനുമായ ഭരണാധികാരിയാണ് ജനറൽ സുഹാർത്തോ. ഇദ്ദേഹം ഇന്തോനേഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനും അഴിമതിക്കാരനുമായ ഭരണാധികാരിയാണ്. നിലവിലെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് പ്രബോവോ സുബിയാന്തോ ആണ്. നിലവിലെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് പ്രബോവോ സുബിയാന്തോ ആണ്. കറൻസി രഹിത സമ്പദ് വ്യവസ്ഥയിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ വളർച്ച ഉറപ്പാക്കാൻ ആഭ്യന്തരമന്ത്രി അമിത് ഷാ പുറത്തിറക്കിയ മൊബൈൽ ആപ്പുകളാണ് സഹകാർ ഡിജിപേ, സഹകാർ ഡിജിലോൺ. കറൻസി രഹിത സമ്പദ് വ്യവസ്ഥയിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ വളർച്ച ഉറപ്പാക്കാൻ ആഭ്യന്തരമന്ത്രി അമിത് ഷാ പുറത്തിറക്കിയ മൊബൈൽ ആപ്പുകളാണ് സഹകാർ ഡിജിപേയും സഹകാർ ഡിജിലോണും. ഡൽഹിയിലെ ദ്വിദിന കോ ഓപ്പ് കുംഭ് 2025 അന്താരാഷ്ട്ര സമ്മേളനത്തിലാണ് ആപ്പുകൾ പുറത്തിറക്കിയത്. ഡൽഹിയിലെ ദ്വിദിന കോ ഓപ്പ് കുംഭ് 2025 അന്താരാഷ്ട്ര സമ്മേളനത്തിലാണ് ആപ്പുകൾ പുറത്തിറക്കിയത്. നിലവിൽ കേന്ദ്ര സഹകരണ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്നത് അമിത് ഷായാണ്. നിലവിൽ കേന്ദ്ര സഹകരണ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്നത് അമിത് ഷായാണ്. ഐക്യരാഷ്ട്രസഭയുടെ ജല കൺവെൻഷനിൽ ചേരുന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യമാണ് ബംഗ്ലാദേശ്. ഐക്യരാഷ്ട്രസഭയുടെ ജല കൺവെൻഷനിൽ ചേരുന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യമാണ് ബംഗ്ലാദേശ്. ആജീവനാന്ത സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ ഡെയ്റ്റൺ സാഹിത്യ സമാധാന സമ്മാനം ലഭിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യൻ സാഹിത്യകാരനായിട്ടുള്ള സൽമാൻ റുഷ്ദിക്ക്. ആജീവനാന്ത സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ ഡെയ്റ്റൺ സാഹിത്യ സമാധാന സമ്മാനം ലഭിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യൻ സാഹിത്യകാരൻ സൽമാൻ റുഷ്ദിക്ക്. ISSF ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് സമ്രാട്ട് റാണ. ഇദ്ദേഹത്തിന് 20 വയസ്സാണ്. ISSF ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് സമ്രാട്ട് റാണ. ഇദ്ദേഹത്തിന് 20 വയസ്സാണ്. ഈ വിഭാഗത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് സമ്രാട്ട്. ഈ വിഭാഗത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് സമ്രാട്ട്. ഹരിയാനയിലെ കർണാൽ സ്വദേശിയാണ് ഇദ്ദേഹം. ഹരിയാനയിലെ കർണാൽ സ്വദേശിയാണ് സമ്രാട്ട് റാണ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പറ്റിയുള്ള BBC ഡോക്യുമെൻ്ററിയിലെ എഡിറ്റിംഗ് വിവാദത്തെ തുടർന്ന് രാജിവെച്ചവരാണ് BBC ഡയറക്ടർ ജനറൽ ടിം ഡേവിയും ന്യൂസ് CEO ഡെബോറ ടർണസും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പറ്റിയുള്ള BBC ഡോക്യുമെൻ്ററിയിലെ എഡിറ്റിംഗ് വിവാദത്തെ തുടർന്ന് രാജിവെച്ചവരാണ് BBC ഡയറക്ടർ ജനറൽ ടിം ഡേവിയും ന്യൂസ് CEO ഡെബോറ ടർണസും. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സമൂഹമാധ്യമ ഉപയോഗം നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഡെൻമാർക്ക്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സമൂഹമാധ്യമ ഉപയോഗം നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഡെൻമാർക്ക്. 2025 നവംബറിൽ റിക്ടർ സ്കെയിലിൽ 6.9 തീവ്രതയിൽ ഭൂകമ്പം ഉണ്ടായ രാജ്യമാണ് ജപ്പാൻ. 2025 നവംബറിൽ റിക്ടർ സ്കെയിലിൽ 6.9 തീവ്രതയിൽ ഭൂകമ്പമുണ്ടായ രാജ്യമാണ് ജപ്പാൻ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് നിർമ്മിച്ച ആദ്യത്തെ വലിയ ചെക്ക് ഡാമാണ് മുതലടി ചെക്ക് ഡാം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് നിർമ്മിച്ച ആദ്യത്തെ വലിയ ചെക്ക് ഡാമാണ് മുതലടി ചെക്ക് ഡാം. ചൈനീസ് നഗരമായ ഷാങ്ഹായിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിച്ചത് ചൈന ഈസ്റ്റേൺ എയർലൈൻസ്. ചൈനീസ് നഗരമായ ഷാങ്ഹായിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിച്ചത് ചൈന ഈസ്റ്റേൺ എയർലൈൻസ് ആണ്. 2020 കോവിഡ് മഹാമാരിയെ തുടർന്ന് നിർത്തിവെച്ച ഇന്ത്യ ചൈന വിമാന സർവീസ് ഈ വർഷം ഒക്ടോബർ 26-നാണ് പുനരാരംഭിച്ചത്. 2020 കോവിഡ് മഹാമാരിയെ തുടർന്ന് നിർത്തിവെച്ച ഇന്ത്യ ചൈന വിമാന സർവീസ് ഈ വർഷം ഒക്ടോബർ 26-നാണ് പുനരാരംഭിച്ചത്. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു സന്ദർശിച്ച രാജ്യമാണ് അങ്കോള. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു സന്ദർശിച്ച രാജ്യമാണ്
അങ്കോള. നവംബർ 11 നടക്കുന്ന അങ്കോളയുടെ 50ാം സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ പങ്കെടുക്കാനാണ് രാഷ്ട്രപതി മുർമു അങ്കോളയിൽ എത്തിയത്. നവംബർ 11 നടന്ന അങ്കോളയുടെ 50ാം സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ പങ്കെടുക്കാനാണ് ദ്രൗപദി മുർമു അങ്കോളയിൽ എത്തിയത്. നിലവിലെ അങ്കോളൻ പ്രസിഡന്റാണ് ജു മാനുവൽ ഗോൺസാൽവസ് ലൊറൻസോ. നിലവിലെ അങ്കോളൻ പ്രസിഡന്റാണ് ജു മാനുവൽ ഗോൺസാൽവസ് ലൊറൻസോ. ജു മാനുവൽ ഗോൺസാൽവസ് ലൊറൻസോ. പാകിസ്ഥാൻ്റെ കമാൻഡർ ഓഫ് ഡിഫൻസ് ഫോഴ്സ് പദവി ലഭിച്ചത് അസിം മുനീറിന്. പാകിസ്ഥാൻ്റെ കമാൻഡർ ഓഫ് ഡിഫൻസ് ഫോഴ്സ് പദവി ലഭിച്ചത് അസിം മുനീറിന്. ഇദ്ദേഹം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ 11ാമത്തെ സൈനിക മേധാവിയാണ്. അസിം മുനീർ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ 11ാമത്തെ സൈനിക മേധാവിയാണ്. 2022 മുതൽ ഇദ്ദേഹം ഈ പദവിയിൽ തുടരുന്നു. 2022 മുതൽ അസിം മുനീർ ഈ പദവിയിൽ തുടരുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറിനുള്ള ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഗൈനക്കോളജിക്കൽ എൻഡോസ്കോപ്പിസ്റ്റ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹനായത് ഡോക്ടർ ഹഫീസ് റഹ്മാൻ. ഡോക്ടർ ഹഫീസ് റഹ്മാൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറിനുള്ള ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഗൈനക്കോളജിക്കൽ എൻഡോസ്കോപ്പിസ്റ്റ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹനായത് ഡോക്ടർ ഹഫീസ് റഹ്മാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ആദിവാസി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ മ്യൂസിയമാണ് ഷഹീദ് വീർ നാരായൺ സിംഗ് മെമ്മോറിയൽ ആൻഡ് ട്രൈബൽ ഫ്രീഡം ഫൈറ്റേഴ്സ് മ്യൂസിയം, ഛത്തീസ്ഗഡ്. ഷഹീദ് വീർ നാരായൺ സിംഗ് മെമ്മോറിയൽ ആൻഡ് ട്രൈബൽ ഫ്രീഡം ഫൈറ്റേഴ്സ് മ്യൂസിയം, ഛത്തീസ്ഗഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ആദിവാസി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ മ്യൂസിയമാണ് ഷഹീദ് വീർ നാരായൺ സിംഗ് മെമ്മോറിയൽ ആൻഡ് ട്രൈബൽ ഫ്രീഡം ഫൈറ്റേഴ്സ് മ്യൂസിയം, ഛത്തീസ്ഗഡ്. ഇത് ഈ രീതിയിലും ചോദിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്രവർഗ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെയെന്നുള്ള രീതിയിൽ അത് ഛത്തീസ്ഗഡിലെ നവറായ്പൂരിലാണ്. ഛത്തീസ്ഗഡിലെ നവറായ്പൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്രവർഗ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്. ഹൽബ കലാപം, ഛത്തീസ്ഗഡിലെ ഹൽബ കലാപം, ഛത്തീസ്ഗഡിലെ സർഗുജ കലാപം തുടങ്ങിയ പ്രധാന പ്രക്ഷോഭങ്ങളെക്കുറിച്ച് മ്യൂസിയം വിവരിക്കുന്നു. കൂടാതെ ബിർസ മുണ്ട, ഗെൻസിംഗ് തുടങ്ങിയ ഗോത്രവർഗ നേതാക്കളുടെ ശില്പങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ നടന്ന ഹൽബ കലാപം, സർഗുജ കലാപം തുടങ്ങിയ പ്രധാന പ്രക്ഷോഭങ്ങളെക്കുറിച്ച് മ്യൂസിയം വിവരിക്കുന്നുണ്ട്. കൂടാതെ ബിർസ മുണ്ട, ഹെൻസിംഗ് തുടങ്ങിയ ഗോത്രവർഗ നേതാക്കളുടെ ശില്പങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മരുന്നായി മാറിയത് മൗഞ്ചാരോ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മരുന്നായി മാറിയത് മൗഞ്ചാരോ. ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ വിപണിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ട് എലി ലില്ലി ആൻഡ് കമ്പനി നിർമ്മിക്കുന്ന മൗഞ്ചാരോ എന്ന മരുന്ന് 2025 ഒക്ടോബറിൽ ഒരു മാസത്തെ വിൽപ്പനയിൽ 100 കോടി രൂപ കടന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള മരുന്നായി മാറി. ഇത്രയും ആലോചിച്ചാൽ മതി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മരുന്നായി മാറിയത് മൗഞ്ചാരോ. ഇത് എലി ലില്ലി ആൻഡ് കമ്പനി നിർമ്മിക്കുന്ന മരുന്നാണ്. യു എസ് എയിലെ എലി ലില്ലി ആൻഡ് കമ്പനി നിർമ്മിക്കുന്ന മൗഞ്ചാരോ എന്ന മരുന്നാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മരുന്നായി മാറിയത്. GE എയ്റോസ്പേസ് ആയി 113 ജെറ്റ് എഞ്ചിനുകൾ വാങ്ങാൻ $1 ബില്യൺ കരാർ ഒപ്പുവെച്ചത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് അഥവാ HAL. GE എയ്റോസ്പേസുമായി 113 ജെറ്റ് എഞ്ചിനുകൾ വാങ്ങാൻ $1 ബില്യൺ കരാർ ഒപ്പുവെച്ചത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ആണ് അഥവാ HAL ആണ്. 1.3 ബില്യൺ പ്രകാശവർഷം അകലെയുള്ള ഒരു തമോഗർത്ത ലയനത്തിൽ നിന്ന് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വ്യക്തമായ ഗുരുത്വാകർഷണ തരംഗ സിഗ്നലാണ് GW250114. 1.3 ബില്യൺ പ്രകാശവർഷം അകലെയുള്ള ഒരു തമോഗർത്ത ലയനത്തിൽ നിന്ന് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വ്യക്തമായ ഗുരുത്വാകർഷണ തരംഗ സിഗ്നലാണ് GW250114. ഇന്ന് നവംബർ 11. നവംബർ 11ൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഇന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമാണ്. ദേശീയ വിദ്യാഭ്യാസ ദിനമാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് നവംബർ 11.
ഇതാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. ഇനി നവംബർ 10 പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നലെ പറയേണ്ടതായിരുന്നു, ഇന്നലെ സമയത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ നവംബർ 10 പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നവംബർ 10 അന്താരാഷ്ട്ര ശാസ്ത്ര ദിനമാണ്. വേൾഡ് സയൻസ് ഡേ ഫോർ പീസ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് നവംബർ 10. നവംബർ 10 അന്താരാഷ്ട്ര ശാസ്ത്ര ദിനം. 2025 പ്രമേയം എന്ന് പറയുന്നത് ട്രസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ടുമാറോ ദ സയൻസ് വി നീഡ് ഫോർ 2050. ട്രസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ടുമാറോ ദ സയൻസ് വി നീഡ് ഫോർ 2050. അതായത് വിശ്വാസം, പരിവർത്തനം, നാളത്തെ ലോകം 2050 ആവശ്യമായ ശാസ്ത്രം. വിശ്വാസം, പരിവർത്തനം, നാളത്തെ ലോകം 2050 ആവശ്യമായ ശാസ്ത്രം. ഇതാണ് 2025 അന്താരാഷ്ട്ര ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം. അതുപോലെ നവംബർ 10 വേൾഡ് കെരാറ്റോകോണസ് ഡേ കൂടിയാണ്. ലോക കെരാറ്റോകോണസ് നേത്രരോഗ ദിനം കൂടിയാണ് നവംബർ 10. അതുപോലെ നവംബർ 10 വേൾഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഡേ കൂടിയാണ്. ലോക പൊതുഗതാഗത ദിനം കൂടിയാണ് നവംബർ 10. അതുപോലെ വേൾഡ് ഇമ്മ്യൂണൈസേഷൻ ഡേ കൂടിയാണ് നവംബർ 10. പ്രതിരോധ കുത്തിവയ്പ്പ് ദിനം കൂടിയാണ് നവംബർ 10. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ആനുകാലിക ഭാഗത്ത് നമുക്ക് പറയാനായിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് ജോലിയിൽ എത്താൻ വേണ്ടി പറ്റട്ടെ. നമ്മുടെ നോട്ട് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. താങ്ക്